ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനൽസിലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 അതിലൊരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. റെബേക്ക ദ ചേഞ്ച് മേക്കർ. ഓക്കെ, അതിലെ ഫുൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. We have seen that excess of water can result in a calamity. Okay, scarcity of water can also be a problem. Now let's read a story. ഇവിടെ എന്താ പറയുന്നത്? എക്സസ് ഓഫ് വാട്ടർ എന്താണ്? കൂടുതൽ വെള്ളം വന്നാൽ എന്താണ് സംഭവിക്കുക? കലാമിറ്റി, പ്രളയം, അതേപോലത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവുന്നതിനെയാണ് പറയുന്നത് കലാമിറ്റി. എക്സസ് ഓഫ് വാട്ടർ, വെള്ളം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കലാമിറ്റി ഉണ്ടാവും. അതേപോലെ സ്കാർസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം കുറവായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വരൾച്ച സംഭവിക്കും. മൃഗങ്ങൾക്കും ചെടികൾക്കും മനുഷ്യർക്കൊന്നും വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും എന്നാണ് ഈ രണ്ട് സെന്റൻസ് മീൻ ചെയ്യുന്നത്. നമുക്കിനി സ്റ്റോറിയിലേക്ക് കിടക്കാം. റെബേക്ക ദ ചേഞ്ച് മേക്കർ. ഓക്കെ, റെബേക്ക എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ പേരാണ്. ആൻഡ് ഇത് ചേഞ്ച് മേക്കർ. ഓക്കെ, എന്താണ്? മാറ്റം സൃഷ്ടിക്കുന്ന ഒരാൾ എന്നാണ് ഇത് ചേഞ്ച് മേക്കർ എന്നുള്ളതിന്റെ അർത്ഥം വരുന്നത്. നോക്കിയാലോ നമുക്ക്. ഇൻ ദ ലാൻഡ് ഓഫ് മസായി ഇൻ സൗത്ത് വെസ്റ്റ് കെനിയ there was a girl named Rebecca. അപ്പൊ എവിടെയാണ് കഥ? എവിടെയാണ് നടക്കുന്നത്? കെനിയയിലെ സൗത്ത് വെസ്റ്റ് സൈഡിലുള്ള മസായി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത്. In the land of Masai in southwest Kenya there was a girl named Rebecca. അപ്പൊ ഈ കെനിയയിലെ സൗത്ത് വെസ്റ്റിലെ മസായിൽ ആരാണ് ജീവിച്ചത്? റെബേക്ക. ഓക്കെ, her family kept cattle, sheep and goats and depended on farming in the land for food. അപ്പൊ എന്താണ്? അവളുടെ ഫാമിലി എന്തൊക്കെ വെച്ചിരുന്നു? കാറ്റിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? പശുക്കള്, കാള, അങ്ങനെ. ഷീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്മരിയാടുകള്. ഗോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആടുകള്. ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിംഗ് ഇൻ ദ ലാൻഡ് ഫോർ ഫുഡ്. അപ്പം അവളുടെ വീട്ടില് അവളുടെ കുടുംബം എന്തിനാണ്? കന്നുകാലികളെയും ചെമ്മരിയാടിനെയും ആടിനെയും വളർത്തിയിരുന്നു. അതേപോലെ അവര് കൃഷിയെയും ഡിപ്പെൻഡ് ചെയ്താണ് അവര് ജീവിച്ചിരുന്നത്. ഓക്കെ, after school time Rebecca used to help her family and take care of the animals on the farm. അപ്പൊ എന്ത് ചെയ്യും? റെബേക്ക എന്ന് പറയുന്ന പെൺകുട്ടി അവളുടെ സ്കൂളിന് ശേഷം എന്ത് ചെയ്യും? അവളുടെ ഫാമിലിനെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ കാറ്റിൽസ്, ഷീപ്സ്, ഗോഡ്സ്, അവിടെയുള്ള ആനിമൽസിനെയൊക്കെ അവള് ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡിഡ് റെബേക്കാസ് ഫാമിലി ഡു ഫോർ എ ലിവിങ്? എന്താണ് റെബേക്കന്റെ ഫാമിലി ജീവിക്കാൻ വേണ്ടി ചെയ്തിരുന്നത്? റെബേക്കാസ് ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ്, ഗോഡ് ആൻഡ് ഓൾസോ ഡിപ്പെൻഡഡ് ഓൺ ഫാമിംഗ് ഫോർ ഫുഡ് ഇൻ ദ ലാൻഡ്. ഓക്കെ, ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. കൂട്ടുകാർക്ക് ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇത് റെബേക്കന്റെ ഒരു എന്താണ്? വീടും അവിടെയുള്ള കാറ്റിൽസിനെയും ബേർഡ്സിനെയൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം പശു ഉണ്ട്, പിന്നെ ചെമ്മരിയാടുകളുണ്ട്. അപ്പൊ ചെമ്മരിയാടിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ കോഴികളുണ്ട്, പിന്നെ താറാവ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഇവരുടെ വീട്ടിലുണ്ട്. ഓക്കെ, അടുത്ത നോക്കിയാലോ. On a very hot day, Rebecca found her mother crying. അപ്പോൾ ഒരു നല്ല ചൂടുള്ള ദിവസമായിരുന്നു. റെബേക്ക നോക്കുമ്പോൾ റെബേക്കന്റെ അമ്മ കരയാണ്. Our crops have been bad this year. എന്താണ് അമ്മ പറയുന്നത്? ഈ വർഷം നമ്മുടെ കൃഷി വളരെ മോശമാണ്. She said. റെബേക്കയുടെ അമ്മ പറഞ്ഞു. Now our goats and sheep might die. അപ്പം അവര് പറയാണ് നമ്മുടെ ചെമ്മരിയാടുകളും ആടുകളൊക്കെ മരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? വെരി ഹോട്ട് ഡേ ആണ്. അപ്പൊ എന്താണ്? അവിടെ ഭയങ്കര ചൂട് കൂടിയിട്ട് അവർക്ക് വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. ലേറ്റർ അറ്റ് സ്കൂൾ Rebecca asked her teacher why there had
been a little rain that year. അപ്പം അത് കഴിഞ്ഞ് റെബേക്ക ഒരു ദിവസം സ്കൂളിൽ പോയപ്പം റെബേക്കയുടെ ടീച്ചറോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ടീച്ചറെ ഈ വർഷം വളരെ കുറച്ച് മഴ കിട്ടിയത് എന്ന് റെബേക്ക ചോദിക്കുകയാണ്. We have had many days without rain, said her teacher. അപ്പൊ ടീച്ചർ പറഞ്ഞു, നമ്മൾ കുറേ ദിവസങ്ങൾ നമ്മൾ മഴ കിട്ടാതെയായിരുന്നു ഈ കൊല്ലം പോയിക്കൊണ്ടിരുന്നത് എന്ന് ടീച്ചർ പറഞ്ഞു. When we have no rain, plants cannot grow. അപ്പൊ എന്താണ്, നമുക്ക് മഴയില്ലെങ്കിൽ ചെടികൾ വളരില്ല. If there are no crops for food and no water to drink, our animals will die. അപ്പൊ എന്താണ്, നോ ക്രോപ്സ്, എന്താണ്, ധാന്യവിളകൾ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല, വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ ഉണ്ടാവില്ല, പിന്നെ എന്താണ്, ഇതൊക്കെ കാരണം നമ്മുടെ ആനിമൽസ് ഒക്കെ മരിച്ചു പോകും. Everyone in class was quiet for a moment. Okay, ഈ സെന്റൻസ് ശ്രദ്ധിച്ചോളൂ. Everyone in the class was quiet for a moment. അപ്പൊ ഈ സെന്റൻസ് കേട്ടത്, ഇങ്ങനെ പറയുന്നത് കേട്ടതും എല്ലാവരും ഞെട്ടിത്തരിച്ച് സൈലന്റ് ആയിപ്പോയി. ഇങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ, വെള്ളവും ഭക്ഷണവും ഒന്നും ഇല്ലാതെ ആവുകയാണെങ്കിൽ അവർ ഭാവിയിൽ എന്ത് ചെയ്യും എന്നാലോചിച്ച് അവരാകെ വിഷമത്തിലായി. They were worried about their families. അവരുടെ ഫാമിലീസ്, കുടുംബത്തിനെ ഓർത്ത് അവർ വിഷമിക്കുകയാണ്. worried about their families, their animals and their community. അപ്പൊ അവരുടെ കുടുംബക്കാരെ ഓർത്തിട്ട്, പിന്നെ അതേപോലെ അവരുടെ വീട്ടിലുള്ള ആനിമൽസിനെയും ബേർഡ്സിനെയും ഓർത്തിട്ട്, അതേപോലെ അവരുടെ സമുദായത്തിനെ ഓർത്തിട്ടും അവർക്ക് എന്താണ്, ആകെ വിഷമം തോന്നി. ഓക്കെ. At the school library, Rebecca searched for more information about the rain. ഓക്കെ. അപ്പൊ സ്കൂൾ ലൈബ്രറിയിൽ പോയിട്ട് റെബേക്ക എന്ത് ചെയ്തു, റെയിനിനെ കുറിച്ചുള്ള ബുക്സ് ഒക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങി. What she learned alarmed her. ഓക്കെ. അലാം എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുകയാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അവളുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു, അവൾ പഠിച്ച കാര്യം അവളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇവിടെ അലാംഡ് ഹെയർ എന്ന് പറയുന്ന മീനിങ് വരിക. The whole world is getting hotter. അപ്പൊ എന്താണ്, ഈ ലോകം മൊത്തം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദർ ഇസ് ലെസ് റെയിൻ. പിന്നെ എന്താണ് റീസൺ, വളരെ കുറച്ച് മഴയാണ് കിട്ടുന്നത്. ഷീ ലേൺഡ് എ ന്യൂ ടേം, ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ ആ ലൈബ്രറിയിൽ പോയിട്ട് അവൾ നോക്കിയ ബുക്സിൽ നിന്ന് അവൾക്ക് പുതിയൊരു വേർഡ് കിട്ടി, എന്താണ്, ക്ലൈമറ്റ് ചേഞ്ച്. കാർസ്, ബസ്സസ് ആൻഡ് എയറോപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് ദ എയർ. പിന്നെ അവൾ വേറെന്ത് കാര്യമാണ് പഠിച്ചത്, വാഹനങ്ങളായിട്ടുള്ള കാറ്, ബസ്, എയറോപ്ലെയിൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വായു മലിനീകരിക്കുന്നുണ്ട്. അതാണ് പൊല്യൂട്ടിംഗ് ദ എയർ. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് യൂസ്ഡ് ടു മേക്ക് ബിൽഡിങ്സ്. അപ്പൊ എന്താണ്, കാടുകളിലുള്ള മരങ്ങളൊക്കെ, വലിയ വലിയ മരങ്ങളൊക്കെ മുറിച്ചിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പൊ എന്താണ്, വേസ്റ്റ് മെറ്റീരിയൽ, പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിക്കോട്ടെ, അല്ലാത്ത വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എന്താണ്, ഗ്രൗണ്ടിൽ വലിയ വലിയ കുഴി കുഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളുകയാണ്. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാർമിങ് നേച്ചർ. അപ്പൊ എന്താണ്, ഈ മരം മുറിക്കലും വേസ്റ്റ് തള്ളലൊക്കെ എന്താണ്, പ്രകൃതിയെ വളരെ വളരെ ദോഷമായിട്ട് ഭവിക്കുന്നുണ്ട്. ഓക്കെ. റെബേക്ക ഫെൽറ്റ് സാഡ്. അപ്പൊ ഇതൊക്കെ വായിച്ചിട്ട് റെബേക്കയ്ക്ക് ആകെ സങ്കടമായി. What can I? എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? Just a little girl do to help in the whole world. അപ്പൊ എന്താണ്, ഈ ചെറിയൊരു പെൺകുട്ടിക്ക് എന്താണ് ഈ വേൾഡിന് ചെയ്യാൻ പറ്റുക? ഓക്കെ. ഇങ്ങനത്തെ പ്രകൃതിയെ നശീകരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ ചെറിയൊരു പെൺകുട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് റെബേക്ക ആലോചിക്കാൻ തുടങ്ങി. ഷീ വണ്ടേർഡ്. എന്താണ്, ഷീ ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. വൈ വാസ് റെബേക്കാസ് മദർ സാഡ്? അതിന്റെ ഉത്തരം എന്താണ് കൂട്ടുകാരെ? എന്തുകൊണ്ടാണ് റെബേക്കന്റെ മദർ സാഡായി കരഞ്ഞുകൊണ്ടിരുന്നത്? റെബേക്കാസ് മദർ വാസ് സാഡ് ബിക്കോസ് ദെയർ ക്രോപ്സ് വെയർ ബാഡ് ദാറ്റ് ഇയർ. ആ വർഷം അവരുടെ ക്രോപ്സ് ഒക്കെ വെള്ളമില്ലാതെ ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ടാണ് റെബേക്കന്റെ മദർ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ.
വാട്ട് ന്യൂ ഇൻഫോർമേഷൻ ഡിഡ് റെബേക്ക ഗെറ്റ് ഫ്രം ദ ലൈബ്രറി? അപ്പൊ ലൈബ്രറിയിൽ നിന്ന് റെബേക്കയ്ക്ക് എന്തൊക്കെ പുതിയ ഇൻഫോർമേഷൻസ് ആണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. ഈ പോർഷനിലുള്ള ആൻസർ ആണ്. വായിച്ചു നോക്കിയാലോ. ദ ഹോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. ലോകം മൊത്തം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദർ ഇസ് ലെസ് റെയിൻ. കുറച്ച് മഴയെ പെയ്യുന്നുള്ളൂ. പിന്നെ എന്താണ്? വെഹിക്കിൾസ് ലൈക്ക് കാർസ്, ബസ്സസ്, എയറോപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് ദ എയർ. ഓക്കെ, വായു മലിനീകരണമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? കാറ്, ബസ്, എയറോപ്ലെയിനിന്റെ ഗ്യാസസ് പുറത്തേക്ക് വിടുന്നതുകൊണ്ട്. ആൻഡ് ഷീ ലേൺഡ് എ ന്യൂ വേർഡ്. എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയാലോ. ഇവിടെ നമുക്ക് കാണാം റെബേക്ക സ്കൂൾ വിട്ട് നടന്നു പോകുന്നതാണ്. അവരുടെ പ്രദേശം കണ്ടോ, ഒരു മരുഭൂമി പോലെ മൊത്തം വറ്റി വരണ്ട, ഒരു തുള്ളി വെള്ളമില്ലാതെ, ചെടികളിലെല്ലാം ഇലകളൊന്നും ഇല്ലാതെ കണ്ടോ, പക്ഷികൾക്ക് തണലൊന്നും ഇല്ലാതെ വളരെ വറ്റി വരണ്ട ഒരു മരുഭൂമി പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, Rebecca decided to talk to her teacher about what she had learned. അപ്പൊ എന്താണ്? റെബേക്ക ലൈബ്രറിയിൽ പോയിട്ട് കുറെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യം ടീച്ചറായിട്ട് സംസാരിക്കാൻ വേണ്ടി റെബേക്ക തീരുമാനിച്ചു. ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ എർത്ത്, ഹർ ടീച്ചർ എക്സ്പ്ലെയിൻഡ്. അപ്പൊ എന്താണ്? അപ്പൊ ടീച്ചർ പറയാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്, ഭൂമിക്ക് തന്നെ വലിയൊരു പ്രശ്നമാണെന്ന്. ഓക്കെ, ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു ഹെൽപ്പ്. അപ്പൊ എന്താ? അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് ഭൂമിയെ സഹായിക്കാൻ പറ്റും. ഏതൊക്കെ കാര്യമാണ്? ലൈക്ക് പ്ലാന്റിങ് ട്രീസ്. ഫസ്റ്റ് എന്താണ്? ലൈക്ക് പ്ലാന്റിങ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്. അപ്പൊ എന്താണ്? നമുക്ക് പ്രകൃതിയെ സ്ട്രോങ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? മരച്ചെടികളുടെ തൈകൾ നട്ടു വളർത്താൻ പറ്റും. As Rebecca walked home, it was very hot and she stopped to drink water from her water bottle. അപ്പൊ എന്താണ്? സ്കൂൾ വിട്ട് റെബേക്ക തിരിച്ചു പോകുന്ന സമയത്ത് വളരെ ചൂടായിരുന്നു. അപ്പൊ അവള് നിന്നിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. She couldn't stop thinking about the lack of rain. പക്ഷെ എന്താണ്? അവളുടെ മനസ്സിൽ എന്താണ്? മഴയില്ലാത്ത അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് അവളുടെ മനസ്സിൽ ആ ഒരു കാര്യം അലട്ടിക്കൊണ്ടേയിരുന്നു. ആൻഡ് ഹൗ ഇറ്റ് വാസ് എഫക്റ്റിംഗ് ദ എൻവിറോൺമെന്റ്. മഴയില്ലാത്തത് കാരണം പ്രകൃതിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ടും അവൾക്ക് ആകെ വ്യാകുലതയായി. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹർ കമ്മ്യൂണിറ്റി. അവൾക്ക് അവളുടെ സമുദായത്തെ രക്ഷപ്പെടുത്തണമായിരുന്നു. ദെൻ ഷീ ഗെറ്റ് ആൻ ഐഡിയ. ഓക്കെ, ഗെറ്റ്സ് ആൻ ഐഡിയ. അപ്പൊ അവൾക്കൊരു ഐഡിയ തോന്നി. ഐ ഹാവ് ലേൺ സോ മച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്, ഷീ തോട്ട്. അപ്പൊ ഞാൻ ഇത്ര നേരം ലൈബ്രറിയിലൊക്കെ പോയി വായിച്ചിട്ടും ടീച്ചറോട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവറി വൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം. അപ്പൊ അവൾ എന്ത് വിചാരിച്ചു? എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരോടും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരായിട്ട് ഷെയർ ചെയ്യുമ്പം അവർക്കും കുറെ ഇൻഫോർമേഷൻ കിട്ടുന്ന അവള് ആഗ്രഹിച്ചു. Then together we could work for a solution. അപ്പൊ അവൾ എന്ത് വിചാരിച്ചു? ഈ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സമുദായത്തിലുള്ള ആൾക്കാരോടും കൂടി സംസാരിച്ചു കഴിയുമ്പം അവർക്കും കൂടുതൽ ഐഡിയാസ് കിട്ടും. അപ്പൊ എങ്ങനെയാണ് പ്രകൃതിയെ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എല്ലാവർക്കും കൂടെ ഡിസൈഡ് ചെയ്തൊരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്ന അവള് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. Okay, the next day Rebecca requested her teacher to give a lesson about the changing weather and the damage humans were doing to nature. അപ്പൊ എന്താണ്? നെക്സ്റ്റ് ഡേ റെബേക്ക ടീച്ചറോട് റിക്വസ്റ്റ് ചെയ്തു. ഓക്കെ, എന്തിനാണ്? ടു ഗിവ് എ ലെസൺ, ഒരു ചാപ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട്. എന്തിനൊക്കെ കുറിച്ചാണ്? ചേഞ്ചിങ് വെദർ, പിന്നെ എന്താണ്? ഡാമേജ് ഹ്യൂമൻസ് വെർ ഡൂയിങ് ടു നേച്ചർ, പ്രകൃതിയോട് മനുഷ്യർ ചെയ്യുന്ന ദ്രോഹത്തെ കുറിച്ചും ഒരു ലെസൺ എടുക്കാൻ പറഞ്ഞു. ഇത് ടീച്ചർ ഗ്ലാഡ്ലി ഗേവ് ദം എ ഡീറ്റെയിൽഡ് സെക്ഷൻ ആസ് റിക്വസ്റ്റഡ്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു? ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് റെബേക്ക പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ചേഞ്ചിങ് വെദറിനെ പറ്റിയും പിന്നെ ഡാമേജ് ഹ്യൂമൻസ് മേക്ക് ചെയ്യുന്ന ഡാമേജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ഉള്ള ക്ലാസ് കൊടുത്തു. At the end of the class, Rebecca stood up. അപ്പൊ ക്ലാസിന്റെ അവസാനം റെബേക്ക എണീറ്റ് നിന്നു. She asked everyone in her class to go home and teach their parents about what they have learned.
അപ്പം ടീച്ചർ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തതിനെ കുറിച്ച് ക്ലാസ്സിന്റെ അവസാനം റെബേക്ക എന്ത് ചെയ്തു, എണീറ്റ് എന്ന് അവരുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഇവിടെ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ പോയിട്ട് അവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാൻ റെബേക്കന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു. In just a few days, everyone was talking about how humans were bringing harm to nature. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതൊരു വലിയ വിഷയമായി മാറുകയും പിന്നെ എല്ലാ കൂട്ടുകാരും അവരുടെ വീട്ടിൽ പോയിട്ട് ഈ കാര്യം സംസാരിക്കുകയും ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഡിഡ് റെബേക്ക ആസ്ക് എവറി വൺ ഇൻ ഹർ ക്ലാസ് ടു ഡു? എന്താണ് റെബേക്ക ചെയ്തത്? റെബേക്ക ആസ്ക്ഡ് എവരിവൺ ഇൻ ഹർ ക്ലാസ് ടു ഗോ ടു ഹോം ആൻഡ് ടീച്ച് ദെയർ പാരൻസ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺ. അപ്പോൾ ഇവിടെ പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ പാരൻസിനോടും കൂടെ പറഞ്ഞു കൊടുക്കാനാണ് റെബേക്ക പറഞ്ഞു കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ നോക്കിയാലോ കൂട്ടുകാരെ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. റെബേക്കൻ്റെ മിസ് എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിനെയും പിന്നെ എന്താണ് ഹ്യൂമൻസ് പ്രകൃതിയിൽ ചെയ്യുന്ന ഓരോ അനാവശ്യ കാര്യങ്ങളെയും കുറിച്ച് റെബേക്കന്റെ ടീച്ചർ എല്ലാവർക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു സീനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, one day the elders in her village held a meeting to talk about Rebecca about what could be done to help nature. അപ്പോൾ എന്താണ്, ഒരു ദിവസം റെബേക്കന്റെ വില്ലേജിലുള്ള എൽഡേഴ്സ് മുതിർന്നവരെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് വെച്ചു. എന്നിട്ട് ഈ പ്രകൃതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് അവരവിടെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ദ പ്രോബ്ലം ദേ ഫേസ്ഡ് വാസ് സോ ബിഗ്. അപ്പം എന്താണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്? എന്താണ്, വലിയൊരു പ്രോബ്ലം ആണ്. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ. അപ്പോൾ ആ മീറ്റിംഗിൽ എന്ത് തീരുമാനിച്ചു? നമുക്ക് കെനിയൻ പ്രസിഡന്റിന് ഒരു ലെറ്റർ എഴുതാം. ഓക്കെ, വൺ ഓഫ് ദ എൽഡേഴ്സ് സെഡ്, അതിൽ മുതിർന്ന ഒരു ആൾ അവിടെ നിന്ന് പറഞ്ഞു, ഹി നീഡ്സ് ടു നോ ദാറ്റ് വി കനോട്ട് ലിവ് വിത്തൗട്ട് റെയിൻ. അപ്പം എന്താണ് അയാൾ പറയുന്നത്? മഴയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് അവരെ അറിയിക്കണമെന്ന്. ഓക്കെ, then maybe he will implement laws to stop harming nature. അപ്പോൾ എന്താണ്, നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത് മഴയില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നും അപ്പം മഴ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന അനാവശ്യ കാര്യങ്ങൾ നിർത്താൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അവർ കെനിയൻ പ്രസിഡന്റിന് ലെറ്റർ എഴുതാൻ വേണ്ടി ആ മീറ്റിംഗിൽ തീരുമാനിച്ചു. ഓക്കെ, റെബേക്ക took the letter and shared it with her classmates. അപ്പം എന്താണ്, റെബേക്കന്റെ വില്ലേജിൽ നടന്ന മീറ്റിംഗിലെ ലെറ്റർ എന്ത് ചെയ്തു? റെബേക്ക ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് അവരുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഷെയർ ചെയ്തു. They asked their family members to sign their names at the bottom to show their support. അപ്പം എന്താണ്, ക്ലാസ്സിൽ ഷെയർ ചെയ്തപ്പം ക്ലാസ്സിലെ ഫ്രണ്ട്സ് എല്ലാം വീട്ടിൽ കൊണ്ടുപോയി അവരുടെ പാരൻസിന്റെ സൈൻ ഇട്ടിട്ട് എന്താണ്, കൂടുതൽ സപ്പോർട്ടർ വന്നു കഴിഞ്ഞാൽ ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം റെബേക്ക ഈ കാര്യം ക്ലാസ്സിൽ വന്നിട്ട് ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ പാരൻസിന്റെ അടുത്ത് നിന്നും സൈൻ വാങ്ങി. ഓക്കെ, Nairobi, the president read the letter from the Maasai community. അപ്പം നൈറോബിയിലെ പ്രസിഡന്റ് മസായി കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് ഈ ലെറ്റർ വായിച്ചു. He received many other letters from other parts of the country too. അപ്പം ആ രാജ്യത്ത് നിന്ന് വിവിധയിടത്തുനിന്ന് വേറെ കുറെ ലെറ്ററുകളും വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആര് വായിച്ചു? കെനിയൻ പ്രസിഡന്റ് വായിച്ചു. I need to help Kenya to protect nature. അപ്പോൾ അയാൾ പറഞ്ഞു, എന്താണ്, എനിക്ക് കെനിയയെ അത്യാവശ്യമായിട്ട് സഹായിച്ചേ പറ്റൂ. എന്തിനാണ്? നേച്ചറിനെ സംരക്ഷിക്കാൻ വേണ്ടി, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി. He thought. The president asked his countrymen to plant trees outside their homes. അപ്പോൾ എന്താണ് പ്രസിഡന്റ് പറഞ്ഞത്? ആ കൺട്രിയിലുള്ള ആൾക്കാരോട് എന്താണ്, മരങ്ങൾ അവരുടെ വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കാൻ പറഞ്ഞു. In Maasai community, everyone agreed to plant a tree outside their home. Rebecca and her mother dug a hole together and planted a seedling. അപ്പോൾ എന്താണ്, കെനിയൻ പ്രസിഡന്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്താണ്, എല്ലാവരും അവരുടെ വീടിന്റെ പുറം ഭാഗത്ത് ഓരോരോ മരങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്ന്.
ഓക്കെ, അപ്പൊ അങ്ങനെ എന്തായി, മസായി കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും അത് ചെയ്തു. അതുപോലെ തന്നെ റെബേക്കയുടെ മദറും എന്ത് ചെയ്തു, ഒരു കുഴി കുഴിച്ച് ഡഗ് എ ഹോൾ ടുഗെദർ. അവർ രണ്ടുപേരും ഒരു കുഴി കുഴിച്ച് അവരൊരു പ്ലാന്റ് നട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിയാലോ. Why did the elders of Maasai community write a letter to President of Kenya? എന്തിനാണ് ഒരു ലെറ്റർ പ്രസിഡന്റിന് അയച്ചത്? ദ എൽഡേഴ്സ് റോട്ട് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ആസ്കിംഗ് ഫോർ ഹെൽപ്പ്. ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് അവർ ലെറ്റർ എഴുതിയത്. ദേ വാണ്ടഡ് ഹിം ടു ഇംപ്ലിമെന്റ് എ ലോ ടു സ്റ്റോപ്പ് ഹാർമിംഗ് നേച്ചർ. അപ്പൊ പ്രകൃതിയെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, എൽഡേഴ്സ് എല്ലാവരും കൂടെ കെനിയൻ പ്രസിഡന്റിന് ലെറ്റർ അയച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. What instruction did the president gave his countrymen to save nature? അപ്പൊ എന്താണ് പ്രസിഡന്റ് കൺട്രിമാൻസിന്, അവിടെയുള്ള ആൾക്കാർക്ക് എന്തൊരു ഇൻസ്ട്രക്ഷൻ ആണ് കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇൻസ്ട്രക്ഷൻ? പ്രസിഡന്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമാൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ് ടു സേവ് നേച്ചർ. അപ്പൊ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി കെനിയൻ പ്രസിഡന്റ് എന്താ പറഞ്ഞ, എല്ലാവരും അവരുടെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, കൂട്ടുകാർക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരവും ഈ പോർഷനും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത പോർഷനിലേക്ക് കടന്നാലോ. ഇവിടെ കണ്ടോ, ആരാണ്, റെബേക്കയുടെ അമ്മയും കൂടെ കുഴി കുഴിച്ച് പ്ലാന്റ് നടുന്നത് കാണാം. അതേപോലെ റെബേക്കയുടെ വീടിന് ചുറ്റുമുള്ള ആൾക്കാരും ഓരോരോ പ്ലാന്റ് നട്ടുപിടിപ്പിക്കുന്ന ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. At Rebecca's school, the principal held an assembly to address the students. അപ്പോൾ എന്താണ്, റെബേക്കയുടെ സ്കൂളിൽ പ്രിൻസിപ്പൾ ഒരു അസംബ്ലി വിളിച്ചു കൂട്ടി, കുട്ടികളോട് അഭിസംബോധനം ചെയ്യാൻ വേണ്ടി ഒരു അസംബ്ലി വിളിച്ചു കൂട്ടി. He asked Rebecca to stand beside him. അപ്പോൾ പ്രിൻസിപ്പൾ എന്ത് പറഞ്ഞു, റെബേക്കയോട് പറഞ്ഞു, എൻ്റെ അരികത്ത് തന്നെ നിൽക്കണം. Protecting the environment is a big job and everyone in the world has to help. അപ്പൊ എന്താണ്, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്, പ്രൊട്ടക്റ്റിംഗ് ദ എൻവിറോൺമെന്റ്, പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ജോലിയാണ്. അതിന് നമ്മൾ ഒരാൾ വിചാരിച്ചാൽ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ലോകത്തെ രക്ഷിക്കണം എന്ന് ആര് പറഞ്ഞു? ദ പ്രിൻസിപ്പൽ സെഡ്. But we would like to thank Rebecca for helping us learn and make the change. അപ്പൊ പ്രിൻസിപ്പൾ പറയാണ്, ഇതിന് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുത്തത് ആരാണ്? റെബേക്കയാണ്. ഓക്കെ, അപ്പൊ റെബേക്കയോട് നമ്മൾ എന്ത് പറയണം? താങ്ക്സ് പറയണം. ഒരു ചെറിയ പെൺകുട്ടി, ഒരു സ്കൂളിലുള്ള ഒരു പെൺകുട്ടി വിചാരിച്ച് കെനിയൻ പ്രസിഡന്റിന് നമ്മളെല്ലാവരും കൂടെ സൈൻ ചെയ്ത് ഒരു ലെറ്റർ അയച്ചപ്പോൾ അയാൾ പുതിയ ലോസ് ഉണ്ടാക്കി. അത് കാരണം എന്തായി, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടി. അതിന് മെയിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആരാണ്? റെബേക്കയാണ്. അത് കാരണം റെബേക്കയ്ക്ക് താങ്ക്സ് പറയണം എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. Imagine how beautiful the world would be if we all helped our community. അപ്പൊ എന്താണ്, ഈ ലോകം എത്ര സുന്ദരമാകും എപ്പോഴാണ് നമ്മൾ നമ്മുടെ സമുദായത്തിലുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ. ഓക്കെ, he added. Rebecca felt very happy. റെബേക്കയ്ക്ക് ഭയങ്കര സന്തോഷമായി. She wondered what she and her friends could do next to help nature and her community. അപ്പം റെബേക്ക വിചാരിക്കുകയാണ്, ഇനി റെബേക്കയ്ക്കും റെബേക്കയുടെ ഫ്രണ്ട്സിനും കൂടി ഈ നേച്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ അവരുടെ സമുദായത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് റെബേക്ക ആലോചിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇതാണ് അസംബ്ലിയിൽ പ്രിൻസിപ്പൾ റെബേക്കയെ അസംബ്ലിയിൽ വെച്ചിട്ട് അനുമോദിക്കുന്ന ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക, സെഡ് ദ പ്രിൻസിപ്പൾ. വൈ? എന്തുകൊണ്ടാണ് റെബേക്കയെ താങ്ക് കൊടുക്കണമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞത്? ലേൺ ആൻഡ് മേക്ക് ചേഞ്ച് ഇൻ നേച്ചർ. അവൾ എന്ത് ചെയ്തു? ലൈബ്രറി പോയിട്ട് വിവിധ തരം ബുക്സ് വായിച്ചു. അതിൽ നിന്ന് കുറേ ടേംസ്, ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ചു. അവൾ ടീച്ചറായിട്ട് ഡിസ്കസ് ചെയ്തു, അതേപോലെ അവളുടെ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നു. ലേൺ ആൻഡ് മേക്ക് ചേഞ്ച് ഇൻ നേച്ചർ. Rebecca found out several reasons for climate change. What are they? Climate change-ന്
കുറെ റീസൺസ് റെബേക്ക കണ്ടുപിടിച്ചിരുന്നു. ഏതൊക്കെയാണ് ചേഞ്ചസ്? കട്ടിംഗ് ഡൗൺ ട്രീസ്, പൊല്യൂഷൻ ഫ്രം വെഹിക്കിൾസ്, പിന്നെ നമുക്കൊന്നും കൂടെ ആഡ് ചെയ്യാം ഡംപിങ് ട്രാഷസ്. ഓക്കെ, ഇതൊക്കെ എന്തിന് കാരണമാകും? ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകും. സജസ്റ്റ് 2 ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്ട് നേച്ചർ. നമ്മുടെ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ബെസ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലാന്റ് ട്രീസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഓക്കെ, കൂട്ടുകാർക്ക് ഈ പോർഷൻ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ലാസ്റ്റത്തെ സെക്ഷൻ, ഈ സ്റ്റോറിയുടെ ഓഥറിനെ പറ്റി ഒന്ന് നോക്കാം. About the author, Olivia Wood is a video game writer, narrative designer and editor. അപ്പോൾ ഈ നല്ലൊരു സ്റ്റോറിയാണല്ലേ, കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എഴുതിയത് ആരാണ്? ഒലീവിയ വുഡ് ആണ്. ഓക്കെ, ഷീ ഈസ് ആൻ സീനിയർ റൈറ്റർ അറ്റ് പോസിബിലിറ്റി സ്പേസ്. ഹർ വർക്ക്സ് ആർ ഇൻസ്പിറേഷണൽ ആൻഡ് ഡീൽ വിത്ത് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് വേർഡ്സിന്റെ മീനിങ് കൂടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ. അലാം, ടു ഫീൽ ഫ്രൈറ്റൻഡ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു പ്രശ്നം അലട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ബറി, ബറി എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴിച്ചിടുക. ടു പുട്ട് സംതിങ് ഇൻ ടു എ ഹോൾ ഇൻ ദ ഗ്രൗണ്ട് ആൻഡ് കവർ ഇറ്റ്. നമ്മൾ എന്തെങ്കിലും സാധനം മണ്ണിൻ്റെ ഉള്ളിൽ കുഴിച്ചിടുന്നതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ബറി. കാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആനിമൽസ് കെപ്റ്റ് ഇൻ എ ഫാം. ഒരു ഫാമിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ആനിമൽസിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ പറയുന്നതാണ് കാറ്റൽ. എന്താണ്? ക്ലൈമറ്റ്, കാലാവസ്ഥ, വെദർ ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഇപ്പം നമ്മുടെ ഏരിയയിൽ മഴയാണെങ്കിൽ മഴ, ചൂടാണെങ്കിൽ വെയിലാണെങ്കിൽ ചൂട്, അങ്ങനെ ഓരോ കാലാവസ്ഥ. ഓക്കെ, ക്ലൈമറ്റ്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സമുദായം. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ സ്പെസിഫിക് ലൊക്കാലിറ്റി. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിറ്റി. ഡാമേജ്, ഡാമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഹാം, എന്തെങ്കിലും ഹാം, എന്താ പറയുക, ഇപ്പം ഒരു സൈക്കിൾ ഇടിച്ചിട്ട് ചളുങ്ങുക, അപ്പം എന്താണ്? ആ സൈക്കിളിന് ഫിസിക്കൽ ഹാം ആണ് അവിടെ സംഭവിക്കുന്നത്. ട്രാഷ്, ട്രാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. വറീഡ്, ആൻഷ്യസ്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്ക് ഈ ഒരു യൂണിറ്റിലെ ഈ പാഠം ദ റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന് പറയുന്ന ഈ സ്റ്റോറി മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം റെബേക്കയെ പോലെ തന്നെ കൂട്ടുകാരെല്ലാം നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കുന്നതും പ്രകൃതിയെ സംരക്ഷിക്കുന്നതും ആയിട്ടുള്ള മക്കളായിട്ട് വളരണം. അപ്പം ഈ യൂണിറ്റിലെ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് കൂടുതൽ വീഡിയോസും കൂടുതൽ യൂണിറ്റ്സും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ തോന്നുക. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.